എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഈ വരുന്ന ഒരാഴ്ചയിലെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി അച്ചമ്മയുടെ വീട്ടിലെത്തി. അപ്പം ചന്ദ്രയാണെങ്കിൽ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിതാ ചാണകം വരെ കൈയിട്ട് അത് മുറ്റത്ത് തളിക്കേണ്ടുന്ന ഒരവസ്ഥ വരെ എത്തി. എന്നിട്ടും പോരാഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മയുടെ വീട്ടിൽ നല്ല മരുമകൾ എന്നുള്ള പേരെടുക്കുന്നതിന് വേണ്ടി അവളാണെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ വീട്ടിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക. അവസാനം നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ ചോദിക്കുക, അല്ലടി മോളെ സുധിയുടെ കല്യാണം അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പം ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടമ്മേ, പിന്നെ പെണ്ണിന് എന്തെങ്കിലും ഒരു സ്വർണം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിനുള്ള പൈസയൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ രവിയാണെങ്കിലും അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചോളാം അമ്മ എന്നുള്ള രീതിയിൽ പറഞ്ഞതും ചന്ദ്രമതി രവിയെ ഒന്ന് രൂക്ഷമായി നോക്കുകയാണ്. ഈ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും രവിക്ക് കാര്യം പിടികിട്ടി. പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചമ്മയാണെങ്കിലോ, സാരമില്ല മോളെ, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കൂ കേട്ടോ, അമ്മയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഇത് അവൻ്റെ കല്യാണ ചെലവിന് വെച്ചോന്ന് പറയുമ്പം നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി. സച്ചിയാണെങ്കിലോ അപ്പം ഇതായിരുന്നു കാര്യം, നിലത്തിൽ നിന്ന് കിട്ടിയ പൈസ, അപ്പം അത് തന്നെ അച്ചമ്മ കൃഷി ചെയ്ത് വെച്ചിരുന്ന കാശടിച്ചു മാറ്റാൻ വന്നതാണല്ലേ. പെട്ടെന്ന് തന്നെ അമ്മയുടെ ഈ മാറ്റവും അതുപോലെ തന്നെ ഇത്തരം കണ്ട് ജോലികളൊക്കെ ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ ചിന്തിച്ചു, എന്തോ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് അമ്മ ഇവിടെ വന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് രേവതി നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് രേവതിയോട് ഇങ്ങനെ സച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, എടാ നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് അച്ചമ്മ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിന്നെ പോലെ തന്നെ അവനും എൻ്റെ കൊച്ചുമകനാണ്, അവന് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ കരുതി വെച്ചിരുന്ന പണം എടുത്ത് ചന്ദ്രമതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക. കാശ് കിട്ടിയതും അടുത്ത സെക്കൻഡിൽ ചന്ദ്ര അവിടുന്ന് സ്ഥലം വിടുക. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രേവതിയുടെ കാലുളുക്കിയത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോക്ക് മുടങ്ങിയല്ലോ. അപ്പം ഇനി അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് അച്ഛമ്മ രണ്ടുപേരെയും കൂടി പറഞ്ഞയക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ വഴിയിലൊരു വല്യപ്പനെ കാണുകയാണ് സച്ചിയാണെങ്കിൽ ആ വല്യപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ആദിക്കുട്ടനും വന്നു. അപ്പം ആദി വന്ന പാടെ തന്നെ, ചേച്ചി നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ എന്ന് ചോദിച്ച് അവളുടെ കൂടെ കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സച്ചി ആ അപ്പൂപ്പനുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിലോ ആദിക്കുട്ടൻ അടിച്ചു വിട്ട ആ പന്തെടുക്കാൻ വേണ്ടി രേവതിയും അതുപോലെ ആദിയും കൂടി ഓടുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു കിണറ്റിൽ നമ്മുടെ രേവതി വീഴാണ്. അപ്പം അവൾ വീണതും പെട്ടെന്ന് തന്നെ നമ്മുടെ ആദ്യമാണെങ്കിലോ അയ്യോ ചേച്ചി വെള്ളത്തിൽ പോയെന്നും പറഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ ആ കൊച്ചിന് ഇച്ചിരി ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ സച്ചിയോട് പോയി കാര്യങ്ങൾ പറയുക. സച്ചിയാണെങ്കിൽ ഈ വാർത്ത കേട്ടതും ഓടി വന്ന് ആ വെള്ളത്തിലേക്ക് ചാടുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നമ്മുടെ പുള്ളിക്കാരി അവശയായി. പെട്ടെന്ന് തന്നെ അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ കുറച്ച് നാട്ടുകാരും ഒക്കെ കൂടി രേവതിയെ കരക്ക് എത്തിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കിടത്തുന്ന ആ ഒരു സമയത്താണെങ്കിലും മോനെ അവൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, എന്തായാലും അവളുടെ വയറ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്ക്, അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചത് പുറത്തേക്ക് പോട്ടെ എന്നും പറഞ്ഞ് അമ്മ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സച്ചി ചെയ്യുക. അങ്ങനെ ചെയ്തതും രേവതിക്ക് പെട്ടെന്ന് ബോധം വന്നപ്പോൾ കാണുന്ന കാഴ്ച താൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. പെട്ടെന്ന് അവൾക്ക് വെള്ളത്തിൽ വീണ ചിന്തയൊക്കെ വരുമ്പോഴത്തേക്കിനും സച്ചി അങ്ങ് കെട്ടിപ്പിടിക്കുക, പേടിച്ചിട്ടാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിലും ഒരു തോർത്തൊക്കെ കൊണ്ടുവന്ന് രേവതിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുക. ഇപ്പം വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ അച്ചമ്മയും അതുപോലെ പാറുമ്മയും കൂടി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിയും അതുപോലെ സച്ചിയാണെങ്കിലും മൊത്തം നനഞ്ഞിരിക്കുക, രേവതി ആണെങ്കിൽ ഇതാ തലയൊക്കെ തോർത്തി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ വന്നിട്ട് എൻ്റെ മോളെ എന്താ നിനക്ക് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അമ്മ ആദ്യയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് പോയതാണ്, അവനല്ലെങ്കിൽ ആ വെള്ളത്തിൽ വീണേനെ, ആ സമയത്ത് ഞാൻ അറിയാണ്ട് വെള്ളത്തിൽ വീണതാന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുക. അപ്പം പാറക്കുട്ടി അമ്മ ഓരോ കാര്യങ്ങൾ പറയുക. ഇവരിത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇവർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും പറഞ്ഞ്
ഉടനെ തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിക്കുക. അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അടുത്തൊരു ദിവസം നല്ലൊരു മുഹൂർത്തം തന്നെ ഉണ്ട്. അപ്പം ഈ സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശിയാണെങ്കിലോ എന്നാൽ എന്ത് വില കൊടുത്തും താൻ ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്തിയിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിൽ നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും തമ്മിൽ ചെറിയ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. വർഷയും കൂടി ഇങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത്, സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ വർഷയാണെന്ന് മനസ്സിലാക്കി അവളുടെ വണ്ടിയെ കൊണ്ട് ഒന്ന് തട്ടുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ എടാ ഫ്രോഡ്, നീയാണല്ലോ എൻ്റെ വണ്ടി ഇടിച്ച് പഞ്ചറാക്കിയെന്ന് ചോദിച്ച് അവൾ അവനോട് പ്രതികാരം വീട്ടാൻ പുറകെ ചെല്ലുക. പക്ഷെ ആശാൻ അവിടെ നിന്ന് വെച്ച് പിടിക്കുന്ന ആ ഒരു സമയത്ത് ഇനി ഇവൻ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കൊട്ടേഷൻ സംഘത്തിന് ഇവൻ്റെ ഫോട്ടോയും ഇവൻ്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുക. അപ്പം വർഷ വിളിക്കുന്ന ആള് നമ്മുടെ ശ്രീകാന്താണ് എന്നുള്ള കാര്യവും ഉടക്കുന്ന ഫ്രോഡും ശ്രീകാന്താണ് എന്നുള്ള കാര്യവും വർഷക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വർഷയാണെങ്കിൽ നമ്മുടെ ഷെഫിനെ വിളിച്ച്, അതായത് ശ്രീയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതെ, എന്നെ ഒരുത്തൻ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനാണെങ്കിൽ ഇന്ന് വന്നു എൻ്റെ വണ്ടിയിൽ ഇടിച്ചു. അപ്പം വണ്ടിയിൽ ഇടിച്ചപ്പോഴത്തേക്കിനും ഞാൻ അവനെ പുറകെ ചെന്നതാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വല്യമ്മയെ വണ്ടി ഇടിപ്പിച്ചു എന്നും പറഞ്ഞ് എൻ്റെ 1000 രൂപ അവൻ അടിച്ചു മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ശ്രീകാന്തിന് വർഷ ആരാണെന്നുള്ള കാര്യം പിടികിട്ടുന്നത്. അപ്പോൾ ശ്രീയാണെങ്കിലോ ഈശ്വര, ഇവളോട് സംസാരിക്കുന്ന ഷെഫ് ഞാനാണെന്നെങ്ങാനും ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അവൾ എന്നെ തട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലയെന്ന് പറയുമ്പോൾ ഇവൻ അതിലൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത പോലെ സംസാരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷയോട് പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ചെയ്യും, ആ ഫ്രോഡിൻ്റെ പിക്ചർ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ അവൻ്റെ ഫോട്ടോ വരച്ച് തരാമെന്നും പറഞ്ഞ് അത് വരച്ചങ്ങ് കൊടുക്കുകയാണ്. വാട്സപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ കയ്യിൽ കിട്ടിയ പിക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് അവനെ തന്നെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഈശ്വര, ഇവളിത് ഞാനാണെന്ന് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ എനിക്ക് വേണ്ടി ഇയാളൊരു ഉപകാരം ചെയ്യണം, ദേ എങ്ങനെയെങ്കിലും അവന് 2 ഇടി കിട്ടാനുള്ള സെറ്റപ്പ് ഒന്ന് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ഇവള് ഈ കാര്യം ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റേതേലും ഗുണ്ടകൾ പണി അറിയാവുന്ന ആൾക്കാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയാ, അവന്മാരെന്നെ പഞ്ഞിക്കിടുമെന്നും പറഞ്ഞ് ശ്രീകാന്ത് തന്നെ ഈ കൊട്ടേഷൻ, അതായത് സ്വന്തം കൊട്ടേഷൻ ശ്രീ തന്നെ ഏറ്റെടുക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള ശാന്തി മുഹൂർത്തമൊക്കെ അച്ചമ്മ സെറ്റ് ചെയ്തല്ലോ. ഈ കാര്യം എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ക്ഷേത്ര വളപ്പിൽ വെച്ച് തന്നെ സച്ചിയോട് കാര്യങ്ങൾ അച്ചമ്മ പറയാണ്. അച്ചമ്മ ഇത് പറഞ്ഞതും സച്ചിയാണെങ്കിലോ എൻ്റെ അച്ചമ്മ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാതിരുന്നത്, എന്നിട്ടിപ്പം എന്നെ പൂട്ടാൻ നോക്കുകയാണല്ലേ, ഞാൻ 2-3 ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും പറഞ്ഞ് ഇവൻ ഒച്ചപ്പാടും ബഹളവുമായി. അച്ചമ്മയാണെങ്കിലോ ഉടനെ തന്നെ അച്ചമ്മയുടെ ആ 2 കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരങ്ങ് വീഴ്ത്തി. ഈ കണ്ണുനീരിൽ അലിയാത്തൊരു സച്ചിയൊന്നും അല്ലല്ലോ നമ്മുടെ സച്ചി. അതുകൊണ്ട് തന്നെ സച്ചിയാണെങ്കിലോ ആ കാര്യം അങ്ങ് അനുസരിക്കുക. അപ്പോൾ രേവതിക്ക് ചിരിയും വരുന്നുണ്ട്. ഇവനെ മരിക്കാനായിട്ട് സത്യം പറഞ്ഞ അച്ചമ്മയെ കൊണ്ടേ പറ്റുള്ളൂ, രവി അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന് അവൾ നേരം ചിന്തിക്കുകയാണ്. അങ്ങനെ അച്ചമ്മയും പാറക്കുട്ടി അമ്മയും കൂടി നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഫസ്റ്റ് നൈറ്റിൻ്റെ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവിടെ അടുത്തുള്ള കുറച്ച് അമ്മമാരൊക്കെ വരിക. അപ്പം സച്ചിക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറതില്ല. ഇന്ന് വൈകുന്നേരമാണ് ഇവരെല്ലാവരും കൂടെ ചടങ്ങ് വെച്ചിരിക്കുന്നത്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അച്ചമ്മ ഞാനൊന്ന് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് എളുപ്പം വരാമെന്ന് പറയുമ്പം അച്ചമ്മ വിടുന്നില്ല. അച്ചമ്മ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും എന്നെ കാത്തിരിക്കുക, ഞാൻ ഇവിടെ വന്നിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ, എനിക്ക് ഇച്ചിരി സമയത്തേക്കൊന്ന് പുറത്തു പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം നിന്റെ ഭാര്യ സമ്മതിച്ചാൽ നീ പോയിക്കോടാന്ന് പറയുകയാണ് അച്ചമ്മ. പെട്ടെന്ന് തന്നെ രേവതിയുടെ കാൽക്കൽ വീണു. എടി എന്തിനാടി, ഒന്ന് നീ അച്ചമ്മയോട് പറ, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പം പാവല്ലേ അച്ചമ്മേ, പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അവളാണെങ്കിൽ സച്ചിയെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലും അവസരം മുതലാക്കി സച്ചിക്കുട്ടൻ അങ്ങ് പാഞ്ഞു പോകുകയാണ്. പിന്നെ നമ്മുടെ അച്ചമ്മയും അതുപോലെ പാറുവമ്മയും കൂടി റൂമൊക്കെ അലങ്കരിക്കുക. അപ്പോൾ പൂക്കളൊക്കെ വിതറണമല്ലോ. അവിടെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ സഹായത്തിന് വരുമ്പോഴത്തേക്കിന് രേവതിക്കാണെങ്കിൽ നാണം കൊണ്ട് ഒരു രക്ഷയില്ല. മോളെ നീ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാന്നും പറഞ്ഞു അച്ചമ്മയാണെങ്കിൽ അവളോട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഇവളാണെങ്കിൽ അച്ചമ്മ എനിക്ക് പേടിയാവുന്നു. മോളെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അച്ചമ്മ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ ഒരുപാട്
ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രായമായ കുറച്ച് പേരൊക്കെ വന്നിട്ടാണ് മോളെ റൂമിലേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടും കളിയും മേളവും ഒക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് അടുത്തുള്ള വീട്ടിലെ ടീമുകളൊക്കെ കൂടി വന്ന് പാട്ടും അതും ഇതും ഒക്കെ ഓൺ ചെയ്തൊക്കെ വെക്കുക. പെട്ടെന്ന് തന്നെ ഇവൾക്കാണെങ്കിലോ ഇതെല്ലാവരും കൂടെ അറിയിച്ച് നാറ്റക്കേസ് ആക്കുമല്ലോ എന്ന് പറഞ്ഞ് രേവതി തലക്ക് കൈ കൊടുക്കുക. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രീകാന്ത് സ്വന്തമായിട്ട് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ടായതുപോലെ കാണിച്ചിട്ട് അവൻ തന്നെ അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ വർഷയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ദേ ആ ക്രിമിനലിനെ ഞാൻ പിടിച്ചു, നല്ല രീതിയിൽ പൂശിയിട്ടുമുണ്ട്, അവന് ഇത്രയും പരിക്കുകളൊക്കെ ഉണ്ടാക്കിയാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വർഷയെന്ന് പേരൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ട് ദേ ഇനി മേഡത്തിന് ശല്യം ചെയ്യാനായിട്ട് അവൻ വരില്ല എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയ്ക്കാണെങ്കിലോ നിങ്ങൾ എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ വർഷയാണെങ്കിൽ സ്കൂട്ടിയിൽ പോകുമ്പോഴത്തേക്കിനും കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് അവളുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ നോക്കുക. അപ്പം ഈ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ വരിക. അവൻ വന്നതും ഗുണ്ടകളെയൊക്കെ അടിച്ചോടിച്ച് ഇവളുടെ മാല തിരികെ കൊടുക്കുന്ന ആ ഒരു സമയത്താണ് ഇവൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ശ്രീകാന്ത് ആരാണെന്നും അതുപോലെ ഷെഫ് ആരാണ് എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു വിശേഷമൊക്കെയാണ് കേട്ടോ ഈ വരുന്ന ആഴ്ചയിലുള്ളത്. പക്ഷേ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫസ്റ്റ് നൈറ്റ് അച്ചമ്മ ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ സമയത്താണെങ്കിലും വേറെയും ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സച്ചി കൂട്ടുകാരനെ കാറ് ഏൽപ്പിച്ചിട്ടാണല്ലോ നാട്ടിൽ വന്നിട്ടുള്ളത്. ആ സമയത്ത് കൂട്ടുകാരനാണെങ്കിൽ ഡ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വണ്ടിയുടെ പേപ്പറുകൾ ശരിയാക്കുന്നതിലൊക്കെ ആണെങ്കിലും അശ്രദ്ധ വരുത്തുകയാണ്. അപ്പം അവനെ സഹായിക്കാൻ വേണ്ടി പാവം നമ്മുടെ സച്ചി പെടുന്ന ഒരവസ്ഥ വരെ എത്തുന്നുണ്ട്. അങ്ങനെ സച്ചിക്കാണെങ്കിൽ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്ന് സച്ചിയെ നമ്മുടെ ഗജാനന്ദൻ ഒരു മുട്ടം പണി കൊടുത്ത് ഇരുത്തുന്നു ഒക്കെ ഉണ്ട്. അപ്പം വരുന്ന ആഴ്ചയിൽ ഇത്തരം വിശേഷങ്ങൾ ഫുള്ളും കാണിക്കുന്നില്ലെങ്കിലും ഈ ഫസ്റ്റ് നൈറ്റ് വരെയുള്ള സീനുകളൊക്കെ എന്തായാലും ഉണ്ടാകും. സച്ചിയുടെയും രേവതിയുടെയും ഫസ്റ്റ് നൈറ്റ് ഒന്നും നടക്കുന്നേ ഇല്ല. അവരാണെങ്കിൽ അത് സംഘടിപ്പിച്ച ആ ദിവസം തന്നെ സച്ചിയുടെ കൂട്ടുകാരന് ഗജാനന്ദൻ ഒരു മുട്ടം പണി കൊടുക്കുക. അപ്പം ആ ദിവസം തന്നെ അവന് തിരികെ നാട്ടിലേക്ക് വരേണ്ടതായിട്ടും ഒക്കെ വന്നു. അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കുക. അപ്പം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് നാളത്തെ കഥകൾ, എല്ലാവരും കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്